ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കൂർക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ? എല്ലാവരും ഇത് മെഴുക്കുവരട്ടിയാണ് കൂടുതലും വെക്കാറുള്ളത്. ഞാനിത് വെച്ച് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണേലും ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കൂർക്ക എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരിയത്തില്ലേ അതേപോലെ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലിട്ടങ്ങ് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറത്ത് ഒരു കളർ വ്യത്യാസം വരും. ഇനി നമുക്ക് തോരനിടാനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് ആദ്യമേ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, കാന്താരിയാണ് കുറച്ചും കൂടെ നല്ലത്. എനിക്ക് കാന്താരി ഇല്ലാത്തത് കൊണ്ടാണ് കാന്താരി എടുക്കാഞ്ഞത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ കറക്കിയെടുക്കാം. അതായിരിക്കും തോരൻ എപ്പോഴും ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറിയൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ വേണം. അതും അരിഞ്ഞങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. ഒരു 1/4 ഭാഗത്തോളം വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന കൂർക്ക ഉണ്ടല്ലോ അതെല്ലാം കൂടെ വാരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൂർക്ക അരിഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളത്തിലെടുത്തില്ലേ, എന്നിട്ട് നമ്മളൊരു 2 തവണയും കൂടെ കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്തിലുള്ള മണ്ണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ലേശം ജീരകപ്പൊടിയും ലേശം ഗരം മസാലയും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ ഓൾറെഡി കുറച്ചിട്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ കൂർക്ക നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഒരുമാതിരിപ്പെട്ട ആരും ഇത് മേടിക്കാറില്ല അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ അതിന് ഗ്ലൗസൊക്കെ ഇട്ടത് ക്ലീൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി കളയുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കറയൊന്നും ആവത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. മെഴുക്കുവരട്ടി മാത്രം ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് തോരനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി തോരന് ഞാൻ ഇതുവരെ കൂർക്ക തോരൻ വെക്കുന്നത് പറഞ്ഞങ്ങനെ കേട്ടില്ല. കൂടുതലും ആൾക്കാർ ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ കൂടുതലും മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. മെഴുക്കുവരട്ടി ഭയങ്കര ടേസ്റ്റാണല്ലോ, പക്ഷേ അതുപോലെ തന്നെ ടേസ്റ്റാണ് നമ്മൾ ഈ തോരൻ വെക്കുന്നതിനും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താണേലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് ഒരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ വേഗം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ.